വരൂ കൂട്ടുകാരെ, നമുക്കൊരൽപ്പം നടന്നിട്ട് വരാം. എൻ്റെ കൊച്ചു കൃഷിയിടത്തിലൂടെ, വാഴത്തോപ്പിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. കുറച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങകലേക്ക്, ദൂരെ എങ്ങോ ഉള്ള കടലിലേക്ക് മുങ്ങിത്താഴുന്ന സൂര്യനെ സാക്ഷിയാക്കി നമുക്ക് നടന്നിട്ട് വരാം. നിങ്ങൾക്കും പറയാം നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇവിടെ പരിഭവങ്ങളില്ല, പരിദേവനങ്ങളില്ല, കുറ്റം പറച്ചിലുകളില്ല. നമ്മൾ ചെയ്യുന്നതിനെ വിമർശിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതിനെ ഞാനും വിമർശിക്കുന്നില്ല. ഇവിടെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. നിങ്ങൾ വളരേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഞാൻ വളരേണ്ടത് പ്രകൃതിയുടെയും. ഇത് മൾബറിയാണ്, കറുത്ത മൾബറി. അങ്ങനെ നമ്മൾ നടക്കുകയാണ് കൊച്ചു വാഴത്തോപ്പിലൂടെ. ഒരുപാട് താഴേക്ക് ഞാൻ ഇനിയും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, സമയം അതിക്രമിച്ചു വരുന്നു. ഞാൻ വെള്ളം ഒഴിക്കുകയായിരുന്നു, അതുകൊണ്ട് പൈപ്പ് ഇപ്പോഴും ഓണാണ്. അങ്ങനെ നമ്മൾ വാഴത്തോപ്പുകളുടെ ഇടയിലൂടെ പതുക്കെ മുന്നോട്ട് പോകുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ട്രെല്ലീസാണ്. ഡ്രാഗൺ ഫ്രൂട്ട് വളർന്നു വരുന്നു. അതിന് കുറച്ച് വളമിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനിടയിൽ നിങ്ങൾ കണ്ടതൊരു നാരകമായിരുന്നു. വീണ്ടും വാഴകൾ. അതിനിടയിൽ പ്ലാവുണ്ട്. ഇത് പ്ലാവാണ്. അകലേക്ക് മായുന്ന സൂര്യൻ ആകാശത്തിന് പൊന്നിറം നൽകി, പൊന്നിൻ്റെ പട്ട് നൽകി പകൽ മറയുകയായി. ഇതൊരു പേര്. ഇത് നേരത്തെ ഇട്ടൊരു പന്തലാണ്. നേരത്തെ പാവലായിരുന്നു. ഇപ്പം ഞാനതിൽ കോവയ്ക്കയും പച്ചപ്പയറും നട്ടിരിക്കുന്നു. അതിന് നടുവിലിരിക്കുന്ന പോട്ടിലൊക്കെ ഓരോ ചെടികൾ വെച്ചിരിക്കുകയാണ്. വെയിൽ കൂടുതലായതുകൊണ്ടൊരു ഷെയ്ഡിന് വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്. എനിക്ക് ഗ്രീൻ ഹൗസ് ഇല്ല. ഇത് പൊമേലോ, കമ്പിളി നാരങ്ങ എന്ന് പറയും ചില ഭാഗങ്ങളിൽ. ആശാൻ പൂത്തു. ഇത് സ്ട്രോബെറിയാണ്, കുറച്ച് നട്ടിരിക്കുന്നു മണ്ണിൽ. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മൾബറി, വാഴത്തോപ്പുകൾ. ഇത് നമ്മുടെ കൈതച്ചക്കയുടെ ചെടിയാണ്. ഒരു 10-15 നട്ടിട്ടുണ്ട്. എല്ലാം പരീക്ഷണങ്ങളാണ് കേട്ടോ. ഒരു വിജയിയുടെ ചിരിയില്ല എനിക്ക്. ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നൊരു വ്യക്തിയുടെ കൗതുകമാണ് ഇപ്പോൾ എന്നിലുള്ളത്. ആ കണ്ടത് സിൽവർ ബീറ്റാണ്. ഒരു ചീര പോലത്തെ ഒരു ചെടിയാണ്, നമുക്ക് കറി വെക്കാൻ പറ്റും. കുലച്ച വാഴകൾ. ഈ സന്ധ്യയ്ക്ക് ശേഷം രാത്രി കടന്നു വരുമ്പോൾ മുന്തിരി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ താഴെയും കുറച്ച് ചെടിച്ചട്ടികൾ വച്ചിട്ടുണ്ട്. സന്ധ്യ കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലേക്ക് പോകണം. ബാക്കി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. ഇത് വീണ്ടും ഒരു ട്രെല്ലീസ്. ഇതിൽ മുന്തിരിയാണ് നട്ടിരുന്നത്. കുറച്ച് മുന്തിരിയൊക്കെ പോയി. അപ്പോൾ അതിൽ ഞാൻ ഇപ്രാവശ്യം പച്ചപ്പയറൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അതിനിടയിൽ ഡ്രാഗൺ ഫ്രൂട്ടും. വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾ പറയുന്നത് കേൾക്കാനായി കാത്തിരിക്കാം.